ECIR രജിസ്റ്റർ ചെയ്ത് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കേസെടുത്തതാണ്. നമുക്ക് അതിലേക്ക് പോകാം. വളരെ നിർണായകമായ ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. ECIR രജിസ്റ്റർ ചെയ്ത കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം 15 പ്രതികളാണുള്ളത്. കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് കേസ്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ECIR രജിസ്റ്റർ ചെയ്ത് നിലവിൽ കേസ് ആരംഭിക്കുമ്പോൾ 15 പ്രതികളാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ്? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ SIT ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്രതികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കള്ളപ്പണ നിരോധന നിയമപ്രകാരം, കള്ളപ്പണം തടയൽ നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ആളുകളെ എല്ലാം തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വിവിധ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ പ്രാഥമികമായ വിവരശേഖരണം ED പൂർത്തിയാക്കിയിരുന്നു. പ്രാഥമിക വിവരശേഖരണം പൂർത്തിയാക്കിയതിനു ശേഷം മറ്റു നടപടികൾ, അതായത് ഈ തെളിവുകൾ, SITയുടെ കൈവശമുള്ള തെളിവുകൾ ആവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ അതൊന്നും നൽകാൻ SIT തയ്യാറായിരുന്നില്ല. പിന്നീട് കോടതി നടപടികളിലൂടെയാണ് SIT കേസിന്റെ FIRകൾ, മൊഴിപ്പകർപ്പുകൾ അടക്കമുള്ള രേഖകൾ, റിമാൻഡ് റിപ്പോർട്ടുകൾ അടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. തുടർന്ന് ഇതെല്ലാം പരിശോധിച്ചാണ് ഇപ്പോൾ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്, ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വിശദമായ അന്വേഷണം നടത്താനുമുള്ള ഒരു കേന്ദ്ര അനുമതി, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വിശദമായ അന്വേഷണം നടത്താനുമുള്ള ഒരു കേന്ദ്ര അനുമതി ED ഡയറക്ടറുടെ കയ്യിൽ നിന്നുള്ള അനുമതി അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. തുടർന്ന് അഡീഷണൽ ഡയറക്ടറെ അന്വേഷണ ചുമതല, ഇതിനുള്ള മേൽനോട്ട ചുമതല ഡയറക്ടർ ഏൽപ്പിച്ചു. തുടർന്ന് ഇതിൻ്റെ പ്രാഥമികമായ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി ഇന്ന് ECIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ECIR രജിസ്റ്റർ ചെയ്തതോടുകൂടി തന്നെ അന്വേഷണം പ്രത്യേകമായി തന്നെ വിശദമായ അന്വേഷണ നടപടികളിലേക്കാണ് ED കടന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, N വാസു, A പത്മകുമാർ അടക്കമുള്ള ആളുകളെ ആദ്യം ചോദ്യം ചെയ്യും. ഇവരിൽ നിന്ന് ലഭിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. നിലവിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 15 ആളുകളെയും വിവിധ ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്യും. ഇതിൽ പലരും ജയിലിലാണുള്ളത്, റിമാൻഡിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങി, കോടതിയുടെ അനുമതിയോട് വാങ്ങിയായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെയുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. ED അന്വേഷിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, കള്ളപ്പണ ഇടപാടുകൾ ഏതെല്ലാം തരത്തിലാണ് നടന്നിരിക്കുന്നത്, ഈ സ്വർണ്ണ കവർച്ചയുടെ പങ്ക് പറ്റിയ ആളുകൾ ആരെല്ലാമാണ്, അവരുടെ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയെല്ലാമാണ്, ബിനാമി ഇടപാടുകൾ ആരെല്ലാം നടത്തിയിട്ടുണ്ട്, ബിനാമി സ്വത്ത് സമ്പാദനം എവിടെയെല്ലാമാണ് നടത്തിയിട്ടുള്ളത്, അങ്ങനെ ബിനാമി സ്വത്തുക്കൾ എവിടെയെല്ലാം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നതെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബിനാമി ഇടപാടുകളിൽ കൂടി വിശദമായ അന്വേഷണം ഉണ്ടാകും. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് പല ഭാഗങ്ങളിലും പല ആളുകളുടെ പേരിൽ ബിനാമി ഇടപാടുകൾ ഇങ്ങനെ ശബരിമല സ്വർണ്ണ കവർച്ചയിലൂടെ ലഭിച്ച സമ്പാദ്യം ഉപയോഗപ്പെടുത്തി വസ്തുവകകൾ വാങ്ങിക്കൂട്ടാനും ഭൂമി വാങ്ങിക്കൂട്ടാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തും. ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതുണ്ട്. അത് പ്രാഥമികമായ അന്വേഷണ ഘട്ടങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന ഒരു നടപടിയിലേക്ക് കടക്കുക. ഈ ഒരു സ്വർണ്ണ കവർച്ചയിലൂടെ ലഭ്യമായ പണം, അങ്ങനെയുള്ള കള്ളപ്പണം ഉപയോഗിച്ച് വാങ്ങിയതായി, സമ്പാദിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയ സ്വത്തുവകകളെല്ലാം തന്നെ പൂർണ്ണമായും ED കണ്ടുകെട്ടുകയും ചെയ്യും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി രേഖകൾ അന്വേഷണ സംഘത്തിന് പിടിച്ചെടുക്കേണ്ടതുണ്ട്. നിലവിൽ SIT കണ്ടെത്തിയിട്ടുള്ള രേഖകൾ, അത് ഏതാനും രേഖകൾ മാത്രമാണ് SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മാത്രമാണ് SIT നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കൂടുതൽ വിപുലമായ തോതിലുള്ള അന്വേഷണം ഒരു ഘട്ടത്തിലും SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ തന്നെ വിമർശനം പല ഘട്ടങ്ങളിലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 4 വരെ മാത്രമാണ് കാര്യക്ഷമമായ അന്വേഷണം SIT നടത്തിയിട്ടുള്ളത് എന്നും അതിനുശേഷം അന്വേഷണം കാര്യമായി മുന്നോട്ട് പോയിട്ടില്ല എന്ന ഒരു വിമർശനം 18-ാം തീയതി ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ കോടതി ഉന്നയിച്ചിരുന്നു. അതിരൂക്ഷമായ വിമർശനം തന്നെയായിരുന്നു SITക്ക് നേരിടേണ്ടി വന്നത്. എന്നാൽ ഇതിലെല്ലാം തന്നെ, അതായത് SITയുടെ പാകപ്പിഴകളും മറികടന്നുള്ള ഒരു അന്വേഷണമായിരിക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുക. SITയുടെ അന്വേഷണം എത്താത്ത എല്ലാ മേഖലകളിലേക്കും വിശദമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകും. നിരവധി ആളുകളെ, ഇപ്പോഴും കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനുണ്ട്, പല ആളുകളുടെയും മൊഴികൾ രേഖപ്പെടുത്താനുണ്ട്. എന്നാൽ അതിലേക്കൊന്നും തന്നെ SIT തന്നെ ഈ ആളുകളുടെ, ഇപ്പോഴും SITയുടെ പദ്ധതിയിലില്ലാത്ത പ്രധാനപ്പെട്ട ആളുകളും
ഈ കേസിന് പിന്നെ ഇപ്പോഴും മറഞ്ഞിരിക്കുന്ന ഉന്നതരെയും കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോവുക. അന്വേഷണ സംഘത്തെ പ്രത്യേകമായി നിയമിച്ചുകൊണ്ട് ഒരു ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടായിരിക്കും അന്വേഷണ സംഘം